താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ നേരിട്ട് സ്കൂളിലെത്തിക്കാനാണ് പോലീസ് തീരുമാനം. +1 പ്രവേശനത്തിന്റെ ഭാഗമായാണ് നടപടി. താമരശ്ശേരി സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോഴും ആ സ്കൂളിന്റെ മുന്നിൽ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. MSFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ താമരശ്ശേരിയിലും സ്കൂളിലുമായിട്ടൊക്കെ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ കഴിയുന്ന ആ സ്ഥലത്തും സ്കൂളിലുമൊക്കെ ആയിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. MSFന്റെ പ്രവർത്തകരെ നേരത്തെ പോലീസ് അറസ്റ്റ് നീക്കുകയും ചെയ്തിരുന്നു. പ്രേക്ഷകർ കാണുന്നത് ഈ വിദ്യാർത്ഥികളെ പോലീസ് ഇവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷാ സന്നാഹം, 3-4 പോലീസ് വണ്ടിയൊക്കെ ആയിട്ട് വലിയ സുരക്ഷാ സന്നാഹം അവിടെയുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മിഥില, ഇത് ഓൺലൈനായി ഒരു സാധ്യത ആരാഞ്ഞിരുന്ന നേരത്തെ മിഥില പറഞ്ഞു. പോലീസ് തന്നെ അത് വേണ്ടെന്ന് പറയും, നേരിട്ട് സ്കൂളിലേക്ക് എത്തിക്കുകയുമാണ്. സ്കൂളിന്റെ മുന്നിലെ അവസ്ഥ എങ്ങനെയാണ്? പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ടോ മിഥില? ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഈ കുട്ടികളെ ഇവിടെ നിന്നും ഒബ്സർവേഷൻ ഹോമിൽ നിന്നും, വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വലിയ പോലീസ് സന്നാഹം ഈ ഒരു കുട്ടികൾക്കൊപ്പം ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ആ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ പ്രതിഷേധമുണ്ട്. MSF പ്രവർത്തകരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ അവിടെ KSUം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. ആരും പ്രതിഷേധിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനം. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുവാൻ പോലീസ് സന്നാഹം ഈ താമരശ്ശേരി സ്കൂളിന് മുന്നിലുണ്ട്. എന്തായാലും അരമണിക്കൂറിനകം തന്നെ ഈ വിദ്യാർത്ഥികളെയും കൊണ്ടുള്ള ഈ പോലീസ് സംഘം നമ്മൾ കണ്ടതാണ്. ഒരുപാട് പോലീസ് വണ്ടികൾ ഈ കുട്ടികൾക്കൊപ്പം ഉണ്ട്. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ എത്തുമ്പോൾ തന്നെ അവിടെ പ്രതിഷേധിക്കാനാണ് മറ്റേ KSUവിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. MSFന്റെ പ്രതിഷേധമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ വിദ്യാർത്ഥി യോജന സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്നത്, ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കണ്ട് നിവേദനം കൊടുത്തതാണ്. ഈ കുട്ടികൾക്ക് പ്രവേശനം നൽകരുത്, ഇത്തരത്തിൽ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ മോശം പരാമർശമുള്ള കുട്ടികൾക്ക് പ്രവേശനം നൽകുകയാണെങ്കിൽ അത് സ്കൂളിന്റെ സൽപ്പേരിന് തന്നെ കളങ്കമായിരിക്കും. മാത്രമല്ല, ഈ കുട്ടികളെ ഇവിടെ പ്രവേശിപ്പിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഈ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ യൂത്ത് കോൺഗ്രസ് നൽകിയ ഈ ഒരു നിവേദനത്തിൽ ഉണ്ടായിരുന്നു. കൃത്യമായി അവർ പ്രതിഷേധിക്കും എന്ന ഒരു സൂചന തന്നെ ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ഇപ്പോൾ KSUം ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്പടിച്ചിട്ടുള്ളത്. നേരത്തെ ആദ്യം എത്തിയ MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തായിരുന്നു ഓൺലൈനിൽ ഇവരെ പ്രവേശനം നടത്താൻ പറ്റുമോ എന്ന ഒരു സാധ്യത പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനോട് ആരാഞ്ഞത്. എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ കുട്ടികളെ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയാലും ഓൺലൈനിൽ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അല്ലെങ്കിൽ തന്നെ ഈ 5 വിദ്യാർത്ഥികളെ ഒരു ദിവസത്തേക്ക് വിട്ടയക്കാനാണല്ലോ ഹൈക്കോടതി നിർദ്ദേശം. അതല്ലാതെ ഇവരെ റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിക്കുക എന്ന തീരുമാനം ഇതുവരെ ഹൈക്കോടതി ഉണ്ടായിട്ടില്ല. നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം പരീക്ഷാഫലം തടഞ്ഞു വെച്ചതിലും ഈ പറയുന്ന +1 ഹാജരാകണം എന്നൊക്കെ കോടതി ഇടപെട്ടതാണ്. അപ്പോൾ ഇനി തുടർ ദിവസങ്ങളിലും കുട്ടികൾ ക്ലാസ്സിൽ ഹാജരാകട്ടെ എന്ന് കോടതി പറയുമോ എന്നാലും നമുക്കറിയില്ല. പക്ഷേ തൽക്കാലം ഒരു ദിവസം എന്നല്ലേ കോടതി പറഞ്ഞത്. അപ്പോൾ ഡെയിലി ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ടോ? ഇതിൽ അത്തരം സാഹചര്യമില്ല. പക്ഷേ പോലീസ് അത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇന്ന് ഒരു ദിവസത്തേക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഉൾപ്പെടെ പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കോടതിയുടെ ഭാഗത്തും ഉണ്ടാകും എന്ന ഒരു കാര്യം പോലീസ് വിലയിരുത്തുന്നുണ്ട്. ആ ഒരു കാര്യം മുന്നിലുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്ന് എന്തായാലും കുട്ടികളെ നേരിട്ട് ഈ ഒരു പ്രവേശനത്തിന് സ്കൂളിൽ എത്തിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോയത്. എന്നിരുന്നാൽ പോലും ഓൺലൈൻ സാധ്യത പോലീസ് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിനോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാധ്യത അടഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ നേരിട്ട് തന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോലീസ് സംഘം ഇപ്പോൾ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തും. അവർ പ്രവേശന നടപടികൾ ആരംഭിക്കും. പക്ഷേ അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുറത്ത് പ്രതിഷേധവുമായി KSUം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. MSF പ്രവർത്തകരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ ഈ വിദ്യാർത്ഥികളെ അങ്ങോട്ട് എത്തിക്കുമ്പോഴേക്കും കൂടുതൽ പ്രവർത്തകർ അവിടെ എത്തും എന്ന സൂചനയാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാവുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ നാടിൻ്റെ മനസാക്ഷി അത്രത്തോളം ഞെട്ടിച്ചതാണ് ഷഹബാസ് കൊലപാതകം. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചതും മറ്റേ ട്യൂഷൻ സെൻ്ററിലുണ്ടായ ഇടിയും അതിനുശേഷം ഇടിവള കൊണ്ടുള്ള ഇടിയും ഒക്കെ നമ്മൾ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടികളുടെ കൊലവിളികളും അല്ലെങ്കിൽ കൊന്നു എന്ന് പറയുന്ന മീനി പറച്ചിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ്. അപ്പോൾ പ്രതിഷേധത്തിന് MSF യൂത്ത് കോൺഗ്രസ് ഒക്കെ അവിടെ ഉണ്ട്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. നമുക്ക് നോക്കാം അല്പസമയത്തിനും സ്കൂളിലേക്ക് എത്തുമ്പോൾ എന്താകും അവിടുത്തെ സാഹചര്യമെന്ന്.